ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, എങ്ങനെ നമുക്കൊരു നല്ല കോൺട്രാക്ടറെ കണ്ടുപിടിക്കാം. നമ്മളൊരു വീട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു കോൺട്രാക്ടർ നമ്മൾ സപ്പോർട്ടീവായിട്ട് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം റേറ്റും കാര്യങ്ങളൊക്കെ നോക്കും ഓരോ കോൺട്രാക്ടറുടെ. അപ്പോൾ ഒരാൾ 2,700 തന്നു, ഒരാൾ 1,900 തന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ 1,900-ന് കൊടുക്കാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ നമ്മൾ റേറ്റ് നോക്കിയല്ല കൊടുക്കുക. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എ ടു ഇസഡ് ഉള്ള സ്പെക്ക് രണ്ടുപേരുടെ കയ്യിൽ നിന്ന് വാങ്ങുക. അവരെന്താണ് നമ്മുടെ സൈറ്റിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു സ്പെക്ക്, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്ക് തന്നെ വാങ്ങണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കണം. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ ഈ 2,700 രൂപയായിരിക്കും നമുക്ക് നല്ല ലാഭം. കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ 1,900 ഫോർ എക്സാമ്പിൾ പറയുന്നതാണേ. അപ്പോൾ നമ്മൾ ഒരു പെയിൻറ്റിങ് എടുക്കുവാണ്. അപ്പോൾ 1,900 രൂപയുടെ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ട് അതിൽ 2 കോട്ട് ഇമൽഷൻ അടിക്കുന്നതായിരിക്കും. പക്ഷേ 2,100 വരുമ്പോൾ ചിലപ്പോൾ അത് പുട്ടിയിട്ട് പ്രൈമർ അടിച്ച് പുട്ടിയിട്ട് എന്നിട്ടായിരിക്കും 2 കോട്ട് ഇമൽഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കണം. ഇതേപോലെ ഇത് ജസ്റ്റ് ഒരു പെയിൻറ്റിങ്ങിൻ്റെ കാര്യം. ഇതേപോലെ എല്ലാ സ്റ്റേജസിലെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായോ? അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ ഏതാണ് നമുക്ക് ലാഭം എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഒരു കോൺട്രാക്ടർക്ക് നമ്മളൊരു വർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് അറിയാൻ വേണ്ടി ഫോളോ ചെയ്യുക. ബൈ.